അനുമോളുടെ വിവാഹ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലാകെ നിറഞ്ഞു നിൽക്കുന്നത്. ആഡംബരപൂർവ്വം നടന്ന വിവാഹത്തിന്റെ റിസപ്ഷൻ തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. വിവാഹത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയ തന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ് അനുമോൾ തിരുവനന്തപുരത്ത് റിസപ്ഷൻ സംഘടിപ്പിച്ചത്. വിവാഹമാണെന്ന് നേരത്തെ റിവീൽ ചെയ്യാത്തതിൽ എന്നെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ദേഷ്യമുണ്ടാകുമെന്ന് ആദ്യം തന്നെ ഞാൻ ചിന്തിച്ചിരുന്നു. ഞങ്ങളുടെ അടുത്ത് എന്തുകൊണ്ട് പറഞ്ഞില്ലെന്ന് അവർ വിചാരിക്കുമെന്ന് കരുതി. പക്ഷെ കമന്റും മെസ്സേജുമെല്ലാം ഞാൻ നോക്കി. ആരും അങ്ങനെ ഒരു വിഷമം പറഞ്ഞില്ല. സന്തോഷമായി ഞങ്ങൾ ഒരുപാട് നാൾ കാത്തിരുന്ന നിമിഷമായിരുന്നു അനുമോളുടെ കല്യാണം എന്നാണ് എല്ലാവരും പറഞ്ഞത്. എന്നിരുന്നാലും അവസാനം അനുമോൾ നല്ലൊരാളെ കല്യാണം കഴിച്ചല്ലോ എന്നൊക്കെയുള്ള കമന്റ്സാണ് വന്നത്. അതൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. വിവാഹത്തിന് വിളിക്കാത്ത പരാതിയും ആരും പറഞ്ഞില്ല. അനു കല്യാണം കഴിച്ച് കാണാൻ കഴിഞ്ഞല്ലോ എന്നാണ് പറയുന്നത്. അവരുടെ വീട്ടിലെ കുട്ടിയായിട്ടാണ് എന്നെ ആളുകൾ കാണുന്നത്. അതിൽ ഒരുപാട് സന്തോഷം. റിസപ്ഷൻ കൊച്ചിയിൽ നടത്താനായിരുന്നു ആദ്യത്തെ പ്ലാൻ. പക്ഷെ പിന്നീട് ഞാൻ ചിന്തിച്ചു, ജനിച്ചു വളർന്ന നാട്ടിലല്ലേ നടത്തേണ്ടത്, അതുകൊണ്ട് തിരുവനന്തപുരത്ത് തന്നെ റിസപ്ഷൻ വെക്കുകയായിരുന്നു എന്ന് അനുമോൾ തന്റെ പുതിയ ബ്ലോഗിൽ പറഞ്ഞു. ഒപ്പം ഭർത്താവ് തനിക്ക് വേണ്ടി ചെയ്ത ചില ത്യാഗങ്ങളെക്കുറിച്ചും അനു നിറകണ്ണോടെ സംസാരിക്കുകയും ചെയ്തു. ഭുവനേഷ് തമിഴ്നാട് സ്വദേശിയാണ്. എനിക്ക് തിരുവനന്തപുരം വിട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വിദേശത്ത് പോയാൽ പോലും എനിക്ക് എൻ്റെ വീടും തിരുവനന്തപുരം ജില്ലയാണ് മെയിൻ. ഇവിടെ വരാതെ എനിക്ക് പറ്റില്ല. തിരുവനന്തപുരം വിട്ടു പോകാൻ മനസ്സില്ലാത്തത് കൊണ്ട് കൊച്ചിയിൽ പോയി പോലും സെറ്റിലാകാൻ ശ്രമിക്കാത്തത്. പത്മനാഭന്റെ അനുഗ്രഹമാണ് എനിക്ക് എപ്പോഴും ഉള്ളതായി തോന്നിയത്. തിരുവനന്തപുരം വിട്ടു വരാനുള്ള മടി ഞാൻ പറയും മുമ്പ് ഭുവന എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. വീടും അമ്മയും എല്ലാം ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് പുള്ളിയും അമ്മയും ഇവിടത്തേക്ക് വന്നോളാമെന്ന്. അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. സന്തോഷം കൊണ്ടാണ് ഞാൻ കരഞ്ഞത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലർക്ക് ക്രഞ്ചായി തോന്നിക്കാണും.